Everyone, welcome to Tiju Sir Academy's OET Reading live session. Yes, again നമ്മൾ റീഡിങ്ങിൻ്റെ ലൈവ് സെഷൻ എല്ലാ വീക്കിലും നമ്മൾ ഡേ ഒന്ന് മാറ്റിയിട്ടുണ്ട്. തേഴ്സ്ഡേ എന്നുള്ളത് വെനസ്ഡേയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും റീഡിങ് പ്രാക്ടീസ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ യൂഷ്വൽ സെഷനിലേക്ക് തന്നെ കടക്കാൻ പറ്റും. നമുക്ക് OET റീഡിങ് എല്ലാ പ്രാവശ്യവും എക്സാമിനേഷൻ കഴിയുമ്പോൾ ഒറ്റ കംപ്ലയിൻറ്റേ ഉള്ളൂ. ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം തികയുന്നില്ല എന്നുള്ളതും റീഡിങ് ഡിഫിക്കൽട്ട് ആവുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, അല്ലേ? അപ്പം റീഡിങ്ങിനെ പക്ഷേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വളരെ ഹൈ സ്കോർ വാങ്ങിച്ച് ഞങ്ങൾ കുറേ സ്റ്റുഡൻസ് എബവ് 400 ആണ് ഇത്തവണ സ്കോർ ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് റീഡിങ്ങിന് ഒരു ഹൈ സ്കോറിലേക്ക് എത്തില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എല്ലാ മൊഡ്യൂളിനെയും വെച്ച് നോക്കുമ്പോൾ റീഡിങ്ങിന് അങ്ങനെ എബവ് 400 വളരെ റെയറായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ടീച്ചേഴ്സ് അക്കാഡമിയിൽ ഒരുപാട് കുട്ടികൾ എബവ് 400 സ്കോർ ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അടുത്ത ഇനി വരുന്ന പരീക്ഷയിലും ഇനി വരുന്ന റിസൾട്ടിലും നമുക്ക് അതിനേക്കാളുള്ള ഹൈ സ്കോറിലേക്ക് എത്താനാണ് നമ്മൾ നോക്കുന്നത്, കേട്ടോ. യെസ്, ലീഹ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ റീഡിംഗ് ലൈവ് സെഷൻ. യെസ്, ഐ എം ഫൈൻ. വാട്ട് അബൌട്ട് യു? അപ്പം നിങ്ങളോട് ഞാൻ എപ്പോഴും പറയും കണ്ടിന്യൂസ് പ്രാക്ടീസ്, അല്ലേ? നമുക്കില്ലാത്തൊരു സ്കില്ല് നമുക്ക് പ്രാക്ടീസിലൂടെ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പം റീഡിങ് സ്കില്ലില്ല, റീഡിങ് ഡിഫിക്കൽട്ടാണ്, വൊക്കാബുലറി ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും എന്നുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ റിസൾട്ടും നമ്മുടെ റീഡിങ്ങിൻ്റെ സ്കോറും. യെസ്, പ്രസീത, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിടുന്ന എഫേർട്ട്, അല്ലേ? നമ്മളുടെ മാക്സിമം എഫേർട്ട്, ഒരാൾക്ക് എത്രമാത്രം എഫേർട്ട് ഇടാൻ പറ്റും ആ ഒരു മാക്സിമം ലെവലിലുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും, അതിനൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളൊന്ന് റീഡിങ് ഏറ്റവും ഡിഫിക്കൽട്ട് മൊഡ്യൂളാണ്, റീഡിങ് മനസ്സിലാവുന്നില്ല, എടുക്കുന്നില്ല. പക്ഷേ പ്രാക്ടീസിലൂടെ അതിൽ ഏറ്റവും സക്സസ് ലെവലിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അത്രയ്ക്ക് ഡിഫിക്കൽട്ട് മൊഡ്യൂളൊന്നും അല്ല റീഡിങ്. നമുക്ക് തനിച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. യെസ്, സൗമ്യ ടോബി, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 hour പ്രാക്ടീസാണ് നമുക്ക് റീഡിങ്ങിന്. അപ്പം നമുക്കിവിടെ റീഡിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വൊക്കാബുലറി മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ വൊക്കാബുലറി വളരെ റിച്ചാണ്, എനിക്ക് വളരെ വലിയ കളക്ഷൻ ഓഫ് വൊക്കാബുലറി ഉണ്ട്, ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, മെഡിക്കൽ ടെർമിനോളജീസ് അറിയാം. പക്ഷേ എന്നാലും നമുക്ക് OET റീഡിങ് സബ് ടെസ്റ്റിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ചാലഞ്ചിങ് ആണ്. വൊക്കാബുലറി ഉണ്ടെങ്കിലും ചാലഞ്ചിങ് ആണ്. അതാണ് റീഡിങ്ങിൻ്റെ എടുത്തു പറയത്തക്ക ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. പക്ഷേ അവിടെ വൊക്കാബുലറിക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ്. നമ്മളൊരു 50-50 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുവാണ്, അല്ലേ? ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്കില്ലാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഗ്രാമർ, വൊക്കാബുലറി എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഒരു 50% അവിടെ എന്ത് വേണം? നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ് അവിടെ ആവശ്യമാണ്. നമ്മുടെ ലോജിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ളൊരു ആൻസറിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവിടുത്തെ ചലഞ്ച് അതാണ്. അല്ലാതെ നമുക്ക് വൊക്കാബുലറി എല്ലാം അറിയാം, പക്ഷേ നിങ്ങൾക്കറിയാം റീഡിങ്ങിൻ്റെ സി പാർട്ടിൽ ഒരിക്കലും നമ്മളോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല അവിടെ ചോദിക്കുന്നത്, അല്ലേ? ഇൻഡയറക്റ്റ് മീനിങ് എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് വരികയാണ് അവിടെ. അല്ലെങ്കിൽ അവിടെ കൺവേ ചെയ്തിരിക്കുന്ന മെസ്സേജ് എന്താണ്, അവിടുത്തെ ലിമിറ്റേഷൻസ് എന്താണ്, അവിടെ എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റീഡിങ് വൊക്കാബുലറി മാത്രമായിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പാടായിരിക്കും. നമ്മുടെ ലോജിക്കൽ തിങ്കിങ് അവിടെ അത്യാവശ്യമായിട്ട് വരുന്നു. യെസ്, ജോൺ മാത്യു, JC ജോൺ, സിജി മാത്യു, അഞ്ജു വർഗീസ്, സിനി, അനിമോൾ, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ ഫ്രേസസ്, എനിക്ക് ഏറ്റവും സന്തോഷം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ റിസൾട്ടിൽ ഹൈ സ്കോർ വാങ്ങിച്ച എല്ലാവരുടെ കയ്യിലും നമ്മളുടെ റീഡിംഗ് ലൈവിൻ്റെ ഫ്രേസസ്, ഇന്ന് നമ്മൾ 35th ലൈവാണല്ലേ. ഇത്രയും ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രേസസും, എല്ലാ ഇതിനകത്ത് മെറ്റീരിയലിൽ വരുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ വരുന്ന എല്ലാ വൊക്കാബുലറിയും എഴുതി സൂക്ഷിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടികളുണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഈ റീഡിങ് എക്സ്പ്ലനേഷൻസ്, നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന വൊക്കാബുലറി, നമ്മൾ പഠിക്കുന്ന വൊക്കാബുലറി എല്ലാം ഡെഫിനറ്റ്ലി നമ്മളെ എക്സാമിനേഷനിൽ സഹായിച്ചിരിക്കും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ ഹൈ സ്കോർ കിട്ടിയ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ആണത്. അവർ ഒരു ക്വസ്റ്റ്യൻ, അവിടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവർക്ക് ആൻസർ അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവരവിടെ കണക്ട് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ റീഡിങ് എക്സ്പ്ലനേഷൻസ്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ റീഡിങ് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ചെയ്തപ്പോൾ അവിടെ എന്ത് ഐഡിയ ആയിരുന്നു ഞാൻ ചെയ്തത്, ആ ഒരു ഐഡിയയുമായിട്ട് അവർ എക്സാം എഴുതുമ്പോഴും അത് ഓർത്തിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലേ? നമുക്കൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന മൊഡ്യൂളല്ല റീഡിങ്ങും ലിസണിങ്ങും,
അല്ലേ? നമുക്കിപ്പോൾ റൈറ്റിങ്ങോ സ്പീക്കിങ്ങോ പോലെ ഫ്രേസസ് ഒന്നും ബൈഹാർട്ട് ചെയ്ത് പോകാനോ ഒന്നും പറ്റില്ല. നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ലോജിക്കാണ്. അത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? നമുക്ക് ഇന്ന് 2 ഫ്രേസസ് ആണ്. ഒന്ന് ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്, ലൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് ആണ് അവിടെ. ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റും എലോങ് ദ ലൈൻസ് ഓഫ്. ഈ 2 ഫ്രേസാണ്. വളരെ സിമ്പിൾ അല്ലേ? ഫ്രേസസ് നമ്മൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഡ്സ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇറ്റ്സ് ഓൺ റൈറ്റ് ആൻഡ് എലോങ് ദ ലൈൻസ്. അതിൽ ആദ്യത്തെ ഇറ്റ്സ് ഓൺ റൈറ്റ് എന്താണെന്നറിയാമോ? ഒന്നുമില്ല, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ക്വാളിറ്റീസ്. അതായത് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. നമ്മൾ പറയത്തില്ലേ, അതുകൊണ്ട് മാത്രമാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ക്വാളിറ്റീസ്, നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ് ഓർ എനി വൺ എൽസ്. വേറെ ആരും കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ ഒരു റീസണും കൊണ്ടല്ല, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ്. ദ കമ്പനി ഈസ് നൗ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ. കണ്ടോ, കമ്പനി ഇപ്പോൾ എന്തായി? ഇൻഡിപെൻഡൻ്റ് ആണ്, സക്സസ്ഫുൾ ആണ്. എന്തുകൊണ്ട് അവിടെ? ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്. കണ്ടോ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ക്വാളിറ്റീസ്, നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഷീസ് എ മില്യനയർ നൗ ഇൻ ഹെർ ഓൺ റൈറ്റ്, അല്ലേ? യെസ്, പ്രീത തോമസ്, ശ്രീരേഖ, എല്ലാവർക്കും വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ് എന്ന് എവിടെയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട മീനിങ് എന്താണ്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ക്വാളിറ്റീസ്, നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ് ഓർ എനി വൺ എൽസ്. അതുകൊണ്ട് കാരണം മാത്രം, ആ കാരണം കൊണ്ട് മാത്രമാണ്, അതല്ലേ? അതിൻ്റെ സ്പെഷ്യൽ ക്വാളിറ്റീസ് കൊണ്ട്. ഇപ്പം തന്നെ കമ്പനിയുടെ എക്സാമ്പിൾ എടുത്ത്, കമ്പനി ഈസ് നൗ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്. എന്തുകൊണ്ടാണ്? കമ്പനിയുടെ സ്പെഷ്യൽ ക്വാളിറ്റീസ് കൊണ്ടാണ് കമ്പനി ഇൻഡിപെൻഡൻ്റ് ആവുകയും സക്സസ്ഫുൾ ആവുകയും ഇപ്പം എത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ അത്? ആൻഡ് നമ്മൾ രണ്ടാമത്തെ ഫ്രേസ് അല്ലേ, നമ്മൾ എല്ലാ ദിവസവും 2 ഫ്രേസ് വെച്ചിട്ടാണ്, എല്ലാ ദിവസവും ഇൻ ദ സെൻസ് ലൈവുള്ള ദിവസങ്ങളിൽ വീക്കിലി. എലോങ് ദ ലൈൻസ് ഓഫ്. കണ്ടോ, അതും വളരെ സിമ്പിളാണ്. എലോങ് ദ ലൈൻസ് ഓഫ് അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഫിഗറേറ്റീവ് ഐഡിയ അവിടെ വരുന്നത്, അല്ല നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേർഡ്സ് എടുക്കേണ്ട കാര്യമേ അവിടെ വരുന്നില്ല. അവിടെ നിങ്ങൾ റിയലൈസ് ചെയ്യണം, ഒരു ഫ്രേസ് കാണുമ്പോൾ ഇതൊരു ഫ്രേസാണ്, ഇതൊരു ഇഡിയമാണ്, ഇതൊരു എക്സ്പ്രഷൻ ആണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്നാൽ മാത്രമേ നമുക്കതിനൊരു യുണീക്ക് മീനിങ് ഉണ്ട്, അതിനൊരു ഫിഗറേറ്റീവ് മീനിങ് ഉണ്ടെന്നുള്ള ഐഡിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇൻ എ സിമിലർ വേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ പ്രത്യേകിച്ച് അക്കാഡമിക് റൈറ്റിങ്സ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിലൊക്കെ നമുക്ക് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫോർമലായിട്ട്, വളരെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് എലോങ് ദ ലൈൻസ് ഓഫ്. ഒന്നുമില്ല, ഇൻ എ സിമിലർ വേ, അല്ലേ? സിമിലർ ഇൻ ടൈപ്പ്. എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാണ്. അവിടെ എന്താ വെച്ച് എഴുതിയിരിക്കുന്നത്? ദ ന്യൂ പോളിസി വാസ് ഡിസൈൻഡ്. പുതിയ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാ? എലോങ് ദ ലൈൻസ് ഓഫ് ദ പ്രീവിയസ് വൺ. പ്രീവിയസ് വൺ എങ്ങനെയായിരുന്നോ? ഇൻ ദ സിമിലർ വേ. അതുപോലെ തന്നെയാണ് ഈ പുതിയ പോളിസിയും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലോങ് ദ ലൈൻസ്, ഇൻ എ സിമിലർ വേ. ദ ന്യൂ പോളിസി വാസ് ഡിസൈൻഡ് എലോങ് ദ ലൈൻസ് ഓഫ് ദ പ്രീവിയസ് വൺ. ഓക്കെ അല്ലേ? രണ്ടെണ്ണം ഇനി മറക്കില്ലല്ലോ. ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ബിക്കോസ് ഓഫ് its own special qualities and not because of anyone or anything else. Along the lines of എന്ന് വെച്ചാൽ എന്താണ്? സിമിലർ വേ, അല്ലെങ്കിൽ സിമിലർ ഇൻ ടൈപ്പ്, ഒരേപോലത്തെ, അതേപോലെ തന്നെയുള്ള. യെസ്, സഹിത ഗുഡ് ഈവനിങ്. ലിൻസി തോമസ് ഗുഡ് ഈവനിങ്. ഓക്കെ, നിങ്ങൾ ഫ്രേസസ് ഓക്കെയാണ്. നിങ്ങൾ ഇത് കിട്ടിയോ? എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരു റെസ്പോൺസ് ക്ലിയർ ആയോ ഇല്ലയോ എന്നുള്ളൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെഷനിൽ. യെസ് അനൂപ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു രജീസ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എഗെയിൻ ഞാൻ പറയുന്നു, റീഡിങ് പ്രാക്ടീസ് കൊണ്ട് മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഒരു സ്കില്ലാണ്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാനും റീഡിംഗ് സബ് ടെസ്റ്റ് ഈസി ആയിട്ടൊരു ഹൈ സ്കോറിൽ പാസ്സാവാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷൻ, നമ്മുടെ വാമപ്പ് പോലത്തെ 2 ഫ്രേസസ് പഠിക്കുന്ന സെഷൻ കഴിഞ്ഞു. യെസ് പ്രിയങ്ക, യെസ് നാൻസി, അനൂപ്, എല്ലാവർക്കും ക്ലിയർ ആയി അല്ലേ? യെസ് സിജി മാത്യു, ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ വൊക്കാബുലറി ബൂസ്റ്റർ എന്ന് പറയുന്ന സെഷനാണ്. നോക്ക്, നമ്മൾ യൂഷ്വലി സോറിയാസിസ് എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷനാണ് സൊറൈസിസ്, അല്ലേ?
നമ്മൾ ചില വേർഡ്സ് നമ്മൾ ഇങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ് സോറിയാസിസ്, പക്ഷേ നമ്മൾ ശരിക്കുള്ള പ്രൊനൗൺസിയേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും സൊറൈസിസ് അഫക്ട്സ് ഡാഷ് 125 million individuals worldwide. എന്തായിരിക്കും നമ്മളവിടെ വരാൻ പോകുന്നത്? സൊറൈസിസ് അഫക്ട്സ് 125 million individuals, അല്ലെങ്കിൽ 125 million മുന്നിൽ നമ്മൾ ഏതൊരു വേർഡായിരിക്കും അവിടെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്? യെസ്, സിഗ്മ പറഞ്ഞു എറൗണ്ട്. യെസ്, കറക്റ്റാണ്. നമുക്ക് എറൗണ്ട് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എറൗണ്ട് മാത്രമേ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എറൗണ്ടിന് പകരം നമുക്ക് വേറെ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? യെസ്, അപ്രോക്സിമേറ്റ്ലി, കറക്റ്റ്. റഫ്ലി. യെസ് അനൂപ്, വെരി ഗുഡ്. അഞ്ജു പറയുന്നു അറൗണ്ട്. നാൻസി അറൗണ്ട്. ജിൻസി അറൗണ്ട്. യെസ് യെസ് ആൻസൺ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു TS Academy's OET Reading Live Session. ആൻസറിനും ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് പോവാം. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് ഈ ഒരു ടൈം നമുക്ക് ചിലപ്പോൾ കൺവീനിയൻ്റ് ആയിരിക്കില്ല. ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കൺവീനിയൻസ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ലേറ്റർ ഓൺ നമ്മുടെ റെക്കോർഡഡ് സെഷൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും 2 പ്ലാറ്റ്ഫോമിൽ റെക്കോർഡഡ് സെഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. ചിലർ റിപ്പീറ്റഡ്ലി കണ്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്. യെസ് പ്രിയങ്ക, ഓൾമോസ്റ്റ്, അതും കറക്റ്റാണ്. ജോൺ മാത്യു പറയുന്നു എബൌട്ട്. യെസ്, അതും കറക്റ്റാണ്. യെസ്, പ്രസീതൊക്കെ അവിടെ എബൌട്ട് എന്ന് തോന്നുന്നു. എക്സാക്ട്ലി, നമുക്ക് നോക്കാം. കറക്റ്റാണ്. ഞാനവിടെ അപ്രോക്സിമേറ്റ്ലി എന്നുള്ള വേർഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നിങ്ങൾ പറഞ്ഞ റഫ്ലി, എബൌട്ട്, അറൗണ്ട്, നിയർലി, ഇതെല്ലാം നമുക്കവിടെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലിക്ക് പകരം ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യാം. യെസ്, മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2, വൊക്കാബുലറി ബൂസ്റ്ററിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ഡാഷ് ബൈ ദ ഹൈപ്പർ proliferation ഓഫ് കെരാറ്റിനോസൈറ്റ്സ് ഇൻ ദ നമ്മൾ സൊറൈസിസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് സൊറൈസിസ്. ഇറ്റ് ഈസ് ഡാഷ് ബൈ ദ ഹൈപ്പർ proliferation ഓഫ് കെരാറ്റിനോസൈറ്റ്സ് ഇൻ ദ എപ്പിഡെർമിസ് ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ എപ്പിഡെർമൽ സെൽ ടേൺ ഓവർ റേറ്റ്. യെസ് ആൻസൺ, വെരി ഗുഡ്. യെസ്, എന്താണ് ഇറ്റ് ഈസ്? അപ്പോൾ അവിടെ കോസ്റ്റ് എന്നാണ് ചിലർ, അല്ലേ, കുറച്ച് പേര് അവിടെ കോസ്റ്റ് പറയുന്നുണ്ട്. ഇതിൻ്റെ കോസായിട്ടാണോ അവിടെ വന്നിരിക്കുന്നത് നോക്കുക. കോസ് ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കണം. യെസ്, ജിൻസി പറയുന്നത് ക്യാരക്ടറൈസ്ഡ്. യെസ്, ബാക്കി പ്രിയങ്കയ്ക്ക് സിനിമക്ക് കോസ്റ്റ് തോന്നും, അല്ലേ, നമുക്ക് വായിക്കുമ്പോൾ അവിടെ കോസ്റ്റായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ലോജിക്ക് ഒന്ന് നോക്കിക്കേ. കോസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഹൈപ്പർ proliferation ഓഫ് കെരാറ്റിനോസൈറ്റ്സ് ഇൻ ദ എപ്പിഡെർമിസ് ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ എപ്പിഡെർമൽ സെൽ ടേൺ ഓവർ റേറ്റ് ആണോ? അവിടെ നമുക്ക് കോസ്റ്റ് എന്നുള്ള അല്ലാതെ അവിടെ ക്യാരക്ടറൈസ്ഡ് അല്ലേ കുറച്ചുകൂടെ അവിടെ മാച്ച് ആവുന്നത്? ക്യാരക്ടറൈസ്ഡ് അല്ലേ? ക്യാരക്ടറൈസ്ഡിന് പകരം നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ്ഡ് പറയാൻ നമുക്ക് ഡിഫൈൻഡ്, മാർക്ക്ഡ്, ഇൻഡിക്കേറ്റഡ്, അല്ലേ, എക്സ്പ്രസ്ഡ്, സിംബലൈസ്ഡ്. അതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. അവിടെ കോസായിട്ടല്ല അവിടെ വന്നിരിക്കുന്നത്, ക്യാരക്ടറൈസ്ഡ് ആണ് അവിടെ ശരിക്കും. എക്സാക്റ്റ് ആയിട്ടുള്ള വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ആണ്. അതിന് പകരം നമുക്ക് എന്തൊക്കെയാണ് എടുക്കാം? മാർക്ക്ഡ്, ഇൻഡിക്കേറ്റഡ്, ഡിഫൈൻഡ് ഉപയോഗിക്കാം, സിംബലൈസ്ഡ് എന്ന് ഉപയോഗിക്കാം. യെസ്, കറക്റ്റാണ് സിഗ്മ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് നമുക്കവിടെ ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാം. ഡെമോൺസ്ട്രേറ്റഡ് പറയാൻ പറ്റും. യെസ്, ഫീച്ചേർഡ്, ഓക്കെ. എക്സ്പ്രസ്ഡ് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇറ്റ് എന്താ അവിടെ? നമ്മുടെ സൊറൈസിസ്. ഇറ്റ് dash the skin and joints and has abnormalities in other systems. ആൻസർ അവിടെ അഫക്റ്റ് പറഞ്ഞു. നോക്കാം നമുക്കവിടെ അഫക്റ്റ് ആണോ വരുന്നതെന്നുള്ളത്. ആ സെൻറ്റൻസ് കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ അഫക്റ്റ് ആണോ? സെൻറ്റൻസ് മൊത്തം ഒന്ന് വായിച്ചു നോക്കിക്കേ.
നിങ്ങളിപ്പോൾ അവിടെ എഫക്റ്റ് പറഞ്ഞു, ഇറ്റ് അഫക്ട് ദ സ്കിൻ ആൻഡ് ജോയിൻസ് ആൻഡ് ഹാസ് അബ്നോർമാലിറ്റീസ് ഇൻ അതർ സിസ്റ്റംസ്. അല്ലേ, മറ്റു സിസ്റ്റത്തിൽ അബ്നോർമാലിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നു ആണോ? അങ്ങനെ ആയിരിക്കും. അവിടെ ഇൻവോൾവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? അവിടെ പ്രിയ, സനൂപ്, പ്രീതിയൊക്കെ ഇൻവോൾവ്സാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടെ അഫക്റ്റിനേക്കാളും അവിടെ മാച്ച് ആവുന്ന വേർഡ് ഇൻവോൾവ്സ് ആണ്. നോക്കാം നമുക്ക്. ഇൻവോൾവ്സ് തന്നെയാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇൻവോൾവ്സിന് പകരം ഇറ്റ് ഇൻക്ലൂഡ്സ് പറയാം, കവേഴ്സ്, കംപ്രൈസ്, എൻകംബേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് കവേഴ്സ്. വേറെ എന്തൊക്കെ വേർഡ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും? ഇൻവോൾവ്സിന് പകരമായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ്സ് പറയാം, കവേഴ്സ് കവർ ചെയ്യുന്നു അല്ലേ, കവേഴ്സ്. കംപ്രൈസ് പറയാം, കൺസിസ്റ്റ് ഒക്കെ പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ് ദീപ്തി, ഇൻവോൾവ്സ്, എൻകംബേഴ്സ്. യെസ് പ്രസീത, കറക്റ്റാണ് കേട്ടോ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് നൗ നമ്മൾ ഏതാ ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിരിക്കുന്നു. ദ 4th ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് psoriasis is plaque psoriasis which dash for between 80% and 90% of cases. ഏതാണ് കോമൺ ടൈപ്പ് ഓഫ് psoriasis എന്ന് പറയുന്നുണ്ട്. വിച്ച് ഡാഷ് ഫോർ ബിറ്റ്വീൻ 80% and 90% of cases. യെസ്, സനൂപ് പറയുന്നു അക്കൗണ്ട്സ് ഫോർ. കറക്റ്റാണ് ആൻസർ. വേറെ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും? അവിടെ 4 വന്നേക്കുന്നുണ്ട്. അവിടെ പ്രിയ പറയുന്നു ഒക്വർ 4 പറയാൻ പറ്റില്ല നമുക്ക്. അവിടെ 4ഉം കൂടി വന്നേക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ അക്കൗണ്ട്സ് ഫോർ വന്നത് കേട്ടോ. അവിടെ 4 ഇല്ലായിരുന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിന് മാത്രമായിട്ട് നമുക്ക് അവിടെ വേറെ വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റും. ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം, കൺസ്റ്റിറ്റ്യൂട്ട്, റെപ്രസെൻ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അവിടെ അക്കൗണ്ട്സ് ഫോർ ഫിക്സ്ഡ് പ്രിപ്പോസിഷനാണ് അവിടെ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അക്കൗണ്ട്സ് മാത്രം യൂസ് ചെയ്താൽ ആ ഗ്രാമാറ്റിക്കലി ആ സെൻറ്റൻസ് അങ്ങനെ കറക്റ്റ് ആവുള്ളൂ. യെസ് അക്ഷയ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ 4th ക്വസ്റ്റ്യന് അവിടെ 4 എന്നുള്ള പ്രിപ്പോസിഷൻ അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ആയിരിക്കും അവിടെ അക്യുറേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ അക്കൗണ്ട്സ് എന്ന് മാത്രം ആ വേർഡിന് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ട്രിബ്യൂട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ശരിയാണ് അല്ലേ. കൺസ്റ്റിറ്റ്യൂട്ട്, റെപ്രസെൻ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ സെൻറ്റൻസിൽ അവിടെ ഒരു ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ ഉണ്ട് 4. അപ്പോൾ നമുക്ക് അവിടെ അക്കൗണ്ട്സ് ഫോർ എന്ന് തന്നെ പറഞ്ഞാൽ അത് ലോജിക്കലി അവിടെ ഗ്രാമാറ്റിക്കലിയും അവിടെ കറക്റ്റ് ആവുന്നുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, 5th ക്വസ്റ്റ്യൻ. വൊക്കാബുലറി ബൂസ്റ്ററിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. കാരണം എനിക്കറിയാം കുറച്ചൊരു OET റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ OET ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എന്നുള്ളത്. ജസ്റ്റ് നിങ്ങളെ വൊക്കാബുലറി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടും എന്താ പറയുക, നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. യെസ് സൂര്യ രാജീവ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ. Patients typically dash acute flares and relapses which can become severe. Patients typically എന്താ പറയാൻ പോകുന്നത്? സനു പറയുന്നു പ്രസൻസ്. ഷോസ് ആണോ? ജിൻസി പറയുന്നു ഷോസ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വൊക്കാബുലറി നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മാനിഫെസ്റ്റ്സ് അല്ലേ, ഷോസ്. അവിടെ പേഷ്യൻസ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പം നമ്മളവിടെ വേർബ് ഉപയോഗിക്കുമ്പോഴത്തേക്കും സിംഗുലർ, അവിടെ എസ് ഫോം ഇല്ലാത്ത വേർബായിരിക്കും അവിടെ വരുന്നത് കേട്ടോ. യെസ് സനൂപ്, എക്സിബിറ്റ്, ഷോസ്. നമുക്ക് നോക്കാം ഇവിടെ പേഷ്യൻസ് ടിപ്പിക്കലി. അവിടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവത്തില്ലേ. Patients typically experience the acute flares and relapses which can become severe. അവിടെ എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് വേറെ എന്തൊക്കെ ഉപയോഗിക്കാം? അവിടെ പേഷ്യൻസ് അണ്ടർഗോ പറയാം, കം അക്രോസ്, എൻകൗണ്ടർ, ഫേസ് എന്നൊക്കെ പറയാൻ പറ്റും. ശരിയാണ്, ഷോ പറയാൻ പറ്റും. ഷോയേക്കാളും അവിടെ പേഷ്യൻസ് ടിപ്പിക്കലി ഷോ എന്ന് പറയുന്നതിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് അല്ലേ.
ഓക്കെ, നമ്മുടെ വൊക്കാബുലറി സെഷൻ, വൊക്കാബുലറി ബൂസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനൊക്കെ ആക്റ്റീവായിരിക്കുകയാണ്. നമുക്കപ്പം നമ്മുടെ OET റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം അതൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇനിയും പറയാണ്, റീഡിങ് അതൊരു പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ ഡിവൈൻ ആയിട്ടുള്ള റീഡിങ് സ്കില്ലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബിസി ലൈഫിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാനോ അല്ലെങ്കിൽ അതുപോലത്തെ ഇംഗ്ലീഷ് ബുക്സോ ജേർണൽസോ ഒന്നും വായിക്കാനുള്ള ടൈമോ ഇൻട്രസ്റ്റോ ഒന്നും നമുക്കില്ല, അല്ലേ? അപ്പോൾ പിന്നെ നമ്മുടെ OETയുടെ റീഡിങ് സബ് ടെസ്റ്റ് അതിൽ പാസ്സാവാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഇനിയുള്ള ഒരു മാർഗം. യെസ് സഫല്യ, ഗുഡ് ഈവനിങ്. യെസ് ആൻഡ് ഗുഡ് ഈവനിങ് ഐശ്വര്യ ലൈ. വെൽക്കം ടു അവർ സെഷൻ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് us. യെസ് മിനി സനൽ. പേഷ്യൻസ് സഫർ, ഞങ്ങളല്ല സഫർ ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല, അവർ സിംറ്റം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇവിടെ കുറച്ചും കൂടി നമുക്ക് മെഡിക്കൽ ടെർമിനോളജി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതായിരിക്കും നല്ലത്. യെസ് സിജോ ലൂക്കോസ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ. സോ നമ്മൾ നമ്മുടെ സെഷൻ നമ്മുടെ OET റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകും, അല്ലേ? ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഫ്രേസസ് പഠിച്ചു, വൊക്കാബുലറി കുറച്ചൊന്ന് നോക്കി. നമുക്കൊരു OETയുടെ എക്സാമിനേഷൻ പാറ്റേണിലുള്ള എക്സാമിന് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് തരുന്ന പോലത്തെ സെഷനാണ്. നമുക്ക് ഞാൻ 2 സ്ലൈഡിലൊക്കെ തന്നിരിക്കുന്ന റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആകുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുത്ത് വായിക്കേണ്ടി വരുന്നു, അല്ലേ? കുറേ പേര് റീഡബിൾ ആകുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നോക്കി ചെറിയൊരു പാരഗ്രാഫാണൊന്ന് വായിച്ചു നോക്കിക്കേ. പിന്നെ വായിക്കുന്നതിന് ഒരു കാര്യം പറയാം, നമ്മൾ പാർട്ട് സി ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ക്വസ്റ്റ്യനും ഓപ്ഷൻസും വായിച്ചിട്ട് വന്ന് പാസേജ് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം വിൽ ഗെറ്റ് ആൻ ഐഡിയ, അല്ലേ? നമുക്കൊരു ഐഡിയ കിട്ടിയിരിക്കും. ഒരു ഐഡിയ ഇല്ലാതെ വായിച്ചിട്ട് പാരഫ്രൈസ്ഡ് ഐഡിയയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പാടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ, അല്ലേ, അവർക്ക് എന്താ വേണ്ടത്, എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, വിച്ച് ഈസ് മോസ്റ്റ് അക്യുറേറ്റ് റിഗാർഡിങ് സൊറായ്സിസ്. ഇനിയും പറയുന്നു, നമ്മൾ മലയാളത്തിൽ സോറിയാസിസ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് സോറിയാസിസിനെ കുറിച്ച്, അതായത് സൊറായ്സിസിനെ കുറിച്ച് ഏതാണ് ആക്യുറേറ്റ് ഐഡിയ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 3 തന്നിരിക്കുന്നു. ഇൻ അബൌട്ട് 20% ഓഫ് കേസസ് സ്കാൽപ്പ് സൊറായ്സിസ് ഡസ് നോട്ട് ഡെവലപ്പ് ഇൻ സോറിയാസിസ് പേഷ്യൻറ്റ്. മോസ്റ്റ് കേസസ് ബിഗിൻ ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 10 years of age. Scalp psoriasis is present in 80% of the psoriasis sufferers. Yes, Sujasibi, good evening and welcome to Tiju Academy's OET Reading live session. നോക്കാം, ഈ പാസേജ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. റീഡിങ് അല്ലേ, ഒരു ആർട്ടാണ്. സീരിയസ്ലി നമ്മൾ റീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നത്. ആ റീഡിങ് പ്രോപ്പറായിട്ട് അതിന് വേണ്ട സ്ഥലങ്ങളിലെല്ലാം പോസ് ചെയ്യേണ്ടടുത്ത് പോസ് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്താലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സെൻറ്റൻസസ് കണക്റ്റേഴ്സ് വരുമ്പോൾ കണക്ട് ചെയ്ത് വായിക്കുകയൊക്കെ ചെയ്താലേ ഒറിജിനൽ മീനിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ല, വൊക്കാബുലറി അറിയാം, ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞാലും ലോജിക് ഉണ്ട് അവിടെ. റീഡ് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം, അല്ലേ? Nearly 80% of patients with psoriasis will experience scalp psoriasis involvement during the disease course, though it can present at any age. Psoriasis begins most frequently in people aged 15 to 20 years and peaks at 55 to 60 years. Prevalence rates are similar between both sexes. Between 10% and 15% of new cases arise in children less than 10 years. Yes, Binsi, good evening. Good evening and welcome to Tiju Academy's OET Reading live session. അപ്പോൾ നമ്മുടെ പാസേജ് ക്ലിയർ ആണോ എന്ന് നോക്കിക്കേ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? Nearly 80% of patients with psoriasis will experience scalp psoriasis or involvement during the disease course, though it can present at any age. വായിച്ചു കഴിഞ്ഞോ?
യെസ്. ഇനി നമുക്ക് എൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവിടെ കറക്റ്റായിട്ട് എടുക്കും? വിച്ച് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് റിഗാർഡിങ് സോറൈസിസ്? ഏതാ ഇതിനകത്ത് അക്യുറേറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? ആദ്യത്തിൽ പറയുന്നു ഇൻ അബൌട്ട് 20% ഓഫ് കേസസ് സോറൈസിസ് ഡസ് നോട്ട് ഡെവലപ്പ് ഇൻ സോറൈസിസ് പേഷ്യൻറ്റ്. ബിയിൽ പറയുന്നു മോസ്റ്റ് കേസസ് ബിഗിൻ ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 10 years ഓഫ് ഏജ്. സിയിൽ പറയുന്നു സ്കാൽപ് സോറൈസിസ് ഈസ് പ്രസൻറ്റ് ഇൻ 80% ഓഫ് സോറൈസിസ് സഫറേഴ്സ്. ഇനി പാസേജ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി ഒന്ന് സ്ലൈഡ് ഒന്ന് മാറ്റിത്തരാം. അപ്പോൾ നിങ്ങൾ ആ ആൻസറിലേക്ക് എത്തുക ആദ്യം. അവിടെ എനിക്ക് തോന്നുന്നു സി എന്നുള്ള ആൻസർ വന്നു അല്ലേ? ജിൻസി സേസ് ഓപ്ഷൻ സി ആണ് ആൻസർ. സൗമ്യ ഷിനോജ് പറയുന്നു ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഷെർന സുനീറും പറയുന്നു ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഞാൻ ഇടയ്ക്കൊന്ന് ആൻസർ പറയുന്നു അല്ല, എ ഇസ് ദ ആൻസർ. ബെൻസി ബിനു പറയുന്നു സി ഇസ് ദ ആൻസർ. മിനി സനൽ ഓൾസോ എന്താ പറയുന്നത് സി ആണെന്ന് അല്ലേ? മെജോറിറ്റി കുട്ടികൾ പറയുന്നു സി ആണ്. ആരും അല്ല, ആൻസർ തന്നെ പറഞ്ഞു എ ആണ്. നമുക്ക് നോക്കാം. പ്രീത തോമസിനും എ ആണ് കേട്ടോ. പക്ഷേ പ്രിയ, സാഫല്യ, ബബിത പറയുന്നു സി ആണ്. ലേഹ മേരി സി ആണ്. ആൻസി സെബാസ്റ്റ്യൻ, നിനു റോക്കി, സൂര്യ രാജീവ്, സിജി മാത്യു ഇവരൊക്കെ പറയുന്നു എന്താണ്? സി ആണ് ആൻസർ. രണ്ടുപേരവിടെ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ അവിടെ എ പറഞ്ഞിട്ടുള്ളൂ. നോക്കാം നമുക്ക്. അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ എ ആണോ, എയിലേക്ക് എങ്ങനെ എത്തി, സിയിലേക്ക് എങ്ങനെ എത്തി എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. പ്രസീത പ്രകാശം പറയുന്നു. ദീപ്തി സനൽകുമാർ പറയുന്നു എ. ആൻഡ് ജോൺ മാത്യുവിന് സി ആണ്. ബിൻസി സുജാസിബിക്കൊക്കെ സി ആണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇടയ്ക്ക് സ്ലൈഡ് മാറ്റി തരുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എ ആണോ ബി ആണോ സി ആണോ എന്ന് നോക്കിയാലോ. അപ്പം അക്കോർഡിംഗ് ടു മീ ഞാനും ഇതിന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ ഏതാണെന്നറിയാമോ? എ ആണ്. സി വരില്ല. എന്താണെന്നറിയാമോ? എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എബൌട്ട് 20% ഓഫ് കേസസ് സ്കാൽപ് സൊറൈസിസ് ഡസ് നോട്ട് ഡെവലപ്പ് ഇൻ സൊറിയാസിസ് പേഷ്യൻ്റ് അല്ലേ? സൊറൈസിസ് പേഷ്യൻ്റിനെ എടുത്തു കഴിഞ്ഞാൽ 20% ആൾക്കാർക്ക് സ്കാൽപ് സൊറൈസിസ് ഉണ്ടാകുന്നില്ല. 20% ഉണ്ടാകുന്നില്ല. സി ഇവിടെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മീനിങ് ഓഫ് ദ ടെക്സ്റ്റ് അല്ലേ? ദ മീനിങ് ബിഹൈൻഡ് വാട്ട് ദ റൈറ്റർ സെഡ്. അപ്പോൾ നോക്ക്, യെസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു 80% വിൽ എക്സ്പീരിയൻസ് സ്കാൽപ് സൊറൈസിസ്. 80% എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഇൻഡയറക്റ്റ് മീനിങ് എന്താ? അവിടെ ഒരു ഫാക്റ്റ് തരുമ്പോൾ ദർ ഇസ് അനദർ ഫാക്ട് ബിഹൈൻഡ് ദാറ്റ് അല്ലേ? അവിടെ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഹിഡൻ മീനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. അവിടെ അങ്ങനെ ഒരു മീനിങ് അപ്പോൾ ഉണ്ട്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട് സ്റ്റുഡൻസിനോട്, ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ പറയുന്നൊരു കാര്യമാണ്. സി ഒരു ഫാക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് അവിടെ പറയാതെ പറയുന്നുണ്ട്. 80% വിൽ എക്സ്പീരിയൻസ് സ്കാൽപ് സൊറൈസിസ്. അതിൻ്റെ അർത്ഥം എന്താ? 20% എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ട്രൂ ആവുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് ശരിയായില്ല? എബൌട്ട് ഇല്ലേ? അപ്പോൾ അവിടെ എബൌട്ട് വന്നതുകൊണ്ട് നമുക്കവിടെ എന്ത് വരണം? ഒരു നിയർലി ചേർക്കണമായിരുന്നു അല്ലേ? യെസ്, നിയർലി 80%. ഇവിടെ നിയർലി വന്നോ? ഇവിടെ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണ് സിയിൽ സ്കാൽപ് സൊറൈസിസ് ഈസ് പ്രസൻറ്റ് ഇൻ 80% ഓഫ് ദ സൊറൈസിസ് സഫറേഴ്സ്. ആണോ? അവിടെ എന്ത് വരണമായിരുന്നു? ഇൻ നിയർലി വരണമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ എബൌട്ടെന്നോ അപ്രോക്സിമേറ്റ്ലി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ശരിയാവുമായിരുന്നു. ആ ഒരു വേർഡ് അവിടെ ഇല്ല. ഓക്കെ ആണോ? സംഭവം പിടി കിട്ടിയോ? ഇനി അടുത്തത് മോസ്റ്റ് കേസസ് ബിഗിൻ ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 10 years ഓഫ് ഏജ്. ആണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിവലൻസ് റേറ്റ് പറഞ്ഞതിനകത്ത് സിമിലർ ആണ് ബോത്ത് സെക്സസ്. പിന്നെ ബിറ്റ്വീൻ 10% and 15% ഓഫ് ന്യൂ കേസസ് അറൈസസ്. ന്യൂ കേസിൻ്റെ കാര്യമാണ് അവിടെ എന്ത്? ഇവിടെ ന്യൂ കേസ് എന്ന് പറയണമായിരുന്നു. ന്യൂ കേസ് പറയാത്തത് കൊണ്ട് അവിടെ തെറ്റിപ്പോയി. ബി. സിയിൽ എബൌട്ട് 80%-ന് നിയർലി 80% പറയണമായിരുന്നു, അതും പറഞ്ഞില്ല. പക്ഷേ എയിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഓപ്പോസിറ്റ് ഫാക്റ്റ് തന്നു. അത് ടെക്സ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. 80% എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 20%-ൻ്റെ കേസിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കേസിൽ അത് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നല്ലേ അതിൻ്റെ മീനിങ്. യെസ് സ്വാതിലക്ഷ്മി, welcome to Tiju Academy's OET Reading live session and thank you so much for supporting us.
ഇത് ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവർക്കും? ഈ ക്വസ്റ്റ്യൻ ഈ ഫാക്റ്റിൻ്റെ ബേസിൽ നിയർലി 80% ഇവിടെ നിയർലി വരാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ റോങ് ആയിട്ട് കരുതുന്നു. ആൻഡ് ബിയിൽ മോസ്റ്റ് കേസസ് ബിഗിൻ ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 10 years, അത് ന്യൂ കേസിൻ്റെ കാര്യമാണെന്ന് എടുത്ത് പറയുന്നുണ്ട്, ന്യൂ കേസസ് അറൈസിങ്. ആൻഡ് എ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ ഇല്ല, പക്ഷേ നിയർലി 80% എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 20% എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, 20% സ്കാൽപ്പ് അറൈസസ് ഉണ്ടാകുന്നില്ല. ഓക്കെ ആണോ? ഇതിനകത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഞാനത് ഒന്നുകൂടി അത് ക്ലിയർ ആക്കി. യെസ്, ചിഞ്ചു ഡേവിസ്, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. നമ്മളിനി അടുത്ത ഒരു യെസ് ക്ലിയർ ആയി എല്ലാവർക്കും അല്ലേ? ഇന്ന് നിങ്ങൾ ക്ലിയർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷത്തോടു കൂടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. കാരണം ഇല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കും, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും, പക്ഷേ ഇതിനകത്ത് പിടികിട്ടാത്ത കുട്ടികളുണ്ടാവില്ലേ? യെസ്, അടുത്ത നോക്കിക്കേ. യെസ്, നിങ്ങളുടെ എസ് ഞാൻ കണ്ടു കേട്ടോ. അടുത്തതും സൊറായ്സിസ്. നമ്മൾ സോറിയാസിസ് പറഞ്ഞ് നമുക്കിപ്പോൾ അങ്ങനെ പറയാനായിരിക്കും ടെൻഡൻസി. ഈവൻ എനിക്ക് പോലും അങ്ങനെയാണ് ടെൻഡൻസി. അപ്പോൾ എന്നാലും നമ്മൾ എൻ്റെ പ്രൊനൗൺസിയേഷൻ ഓർത്ത് വെക്കുക. സൊറായ്സിസ് ഓൺ ദ സ്കാൽപ്പ് presents as erythematous raised plaques with silvery white scales on the scalp. For many patients, the scalp in the site of the first manifestation of psoriasis. On the scalp, psoriasis typically extend 1 centimeter beyond the hairline and advances to the upper neck, the retroauricular regions and the face. Most lesions have silvery white scaling of considerable thickness which can be removed by gentle rubbing with a sharp object. The underlying smooth glossy red membrane has in the downward small bleeding points where thin suprapapillary epithelium is torn off. നോക്കിക്കേ, സൊറായ്സിസിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നുകൂടി ടെക്സ്റ്റ് വെച്ച് തരാം. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? വിച്ച് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് അബൌട്ട് ദ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് സ്കാൽപ്പ് സൊറായ്സിസ്? 3 ഓപ്ഷൻ. സ്കാൽപ്പ് സൊറായ്സിസ് അപ്പിയേഴ്സ് as elevated erythematous plaques covered in silvery white scales. The place of psoriasis manifestation for many people is the scalp. Psoriasis on the scalp represents as glossy red membranes with small bleeding points. യെസ്, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരുവിധം കണ്ടല്ലോ. അപ്പം ക്വസ്റ്റ്യനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ കണ്ടു. നമ്മൾ സി പാട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യനെയും ഓപ്ഷനെയും വായിച്ചിട്ട് വി ക്യാൻ കമ്പയർ ഇറ്റ് അഗെയിൻസ്റ്റ് ദ ടെക്സ്റ്റ് അല്ലേ? ടെക്സ്റ്റുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാക്റ്റിലേക്ക് പറ്റും. എന്നിട്ട് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എത്തുന്നതിന് മുമ്പ് ക്വസ്റ്റ്യനുമായിട്ട് എക്സാക്ട്ലി മാച്ച് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ടെക്സ്റ്റ് ഒന്നുകൂടി വായിക്കാം. യെസ്, ടെക്സ്റ്റ് വായിച്ചാൽ വീണ്ടും ക്വസ്റ്റ്യനിലും ഓപ്ഷൻസിലും നോക്കാം. എന്നിട്ട് നമുക്ക് ഫൈനലി റൈറ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ റീഡിംഗ് ടൈം കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ആൻസർ കണക്ട് ചെയ്യാം. യെസ്, സുജ പറയുന്നു എ ആണ് റൈറ്റ് ആൻസർ. റീനു സേസ്, റീനു എന്താണ് എ റൈറ്റ് ആൻസർ ആണെന്ന് തോന്നുന്നു അല്ലേ? സ്കാൽപ്പ് സൊറായ്സിസ് അപ്പിയേഴ്സ് as elevated erythematous plaques covered in silvery white scales. നോക്കാം, ആർക്കെങ്കിലും അവിടെ ബി വരുന്നുണ്ടോ? The place of psoriasis manifestation for many people is the scalp. സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Psoriasis on the scalp presents as glossy red membranes with small bleeding points. അവിടെ
അഞ്ചുമോളും പറഞ്ഞു എ ആണ്. സിജി മാത്യു, ജിൻസി, സൂര്യ, ഓക്കെ എ കൂടുതലായിട്ട് പറഞ്ഞു. നിനു പറയുന്നു ബി ആണ്. സൂര്യരാജീവിന് എ ആണ്. റെനീസ് കറിയയ്ക്കും എ ആണ്. ജിൻസി ബിജോയ്ക്കും എ ആണ്. ഓക്കെ, ധന്യക്കും ബി ആണ് അല്ലേ? എല്ലാവരും ബി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. യെസ്, ഇനിയും നിങ്ങൾക്ക് ടെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് സ്ക്രീനിലുണ്ട്. ഓക്കെ, എല്ലാവരും ഒരുവിധം വായിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് നോക്കിയാലോ? നോക്ക്, ഇവിടെ എ ഇസ് ദ റൈറ്റ് ആൻസർ. എന്താണെന്നറിയാമോ? ബിയിൽ ദ പ്ലേസ് ഓഫ് സോറിയാസിസ് ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ? ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ തേർഡ് ലൈനിലല്ലേ ഫസ്റ്റ് അല്ലാതെ മാനിഫെസ്റ്റേഷൻ ജനറലായിട്ട് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഫസ്റ്റ് വേണമായിരുന്നു. മാത്രമല്ല ക്വസ്റ്റ്യൻ എന്താ? ക്ലിനിക്കൽ പ്രസൻറ്റേഷനാണ് അല്ലേ? ക്ലിനിക്കൽ പ്രസൻറ്റേഷനാണ് നമ്മളെപ്പോഴും അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മുടെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ചോദിക്കുമ്പോൾ ദ പ്ലേസ് ഓഫ് സോറിയാസിസ് മാനിഫെസ്റ്റേഷൻ ഫോർ പീപ്പിൾ സ്കാൽപ്പ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷനുമാണ്. അതല്ലെങ്കിൽ തന്നെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ചോദിക്കുമ്പോൾ അവിടെ എ അല്ലേ വരുള്ളൂ. സ്കാൽപ്പ് സോറിയാസിസ് അപ്പിയേഴ്സ് ആസ് എങ്ങനെയാണ്? എലിവേറ്റഡ് ആണല്ലേ? എറിത്തമാറ്റസ് പ്ലഗ്സ് കവേർഡ് ഇൻ സിൽവറി വൈറ്റ് സ്കെയിൽസ്. ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നുണ്ടല്ലോ, സോറിയാസിസ് ഓൺ ദ സ്കാൽപ്പ് presents as erythematous raised plaques with silvery white scales on the skull. കണ്ടോ? അതല്ലേ റൈറ്റ്? കാരണം നമ്മുടെ ചോദിച്ചിരിക്കുന്ന ക്ലിനിക്കൽ പ്രസൻറ്റേഷനാണ്. യെസ്, അതുപോലെ തന്നെ അവിടെ തന്നിട്ടുണ്ട്. കാരണം ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കുമ്പോഴത്തേക്കും അതല്ലേ പറയേണ്ടത്. പ്രസൻസ് എന്ന് കിടക്കുന്ന കണ്ടോ? പ്രസൻസ് കണ്ടോ? ബിയിൽ വന്നപ്പോഴത്തേക്കും ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ആണെങ്കിലും അവിടെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയണമായിരുന്നു. അപ്പോൾ അത് ആപ്റ്റ് ആവുന്നില്ല. സി നോട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നു സോറിയാസിസ് ഓൺ ദ സ്കാൽ പ്രസൻസ് ആസ് ഗ്ലോസി റെഡ് മെംബ്രെയിൻസ് വിത്ത് സ്മോൾ ബ്ലീഡിങ് പോയിന്റ്സ്. അത് എന്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് അല്ലേ, മോസ്റ്റ് ലീഷൻസ് എങ്ങനെയാണ്? ഹാവ് സിൽവറി വൈറ്റ് സ്കെയിലിംഗ് കൺസിഡറബിൾ തിക്നെസ് വിച്ച് ക്യാൻ ബി റിമൂവ്ഡ് ബൈ. എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ്? ബൈ ജെന്റ്ലി റബ്ബിംഗ് വിത്ത് ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കത് റിമൂവ് ചെയ്യാം, ചിരണ്ടി മാറ്റാൻ പറ്റും. ഇത് അണ്ടർലൈയിങ്. അങ്ങനെ ചെയ്യുമ്പോൾ ദ അണ്ടർലൈയിങ് സ്മൂത്ത് ഗ്ലോസി റെഡ് മെംബ്രെയിൻ ഹാസ് എന്ത് സംഭവിക്കും? ബ്ലീഡിംഗ് പോയിന്റ്സ് വെയർ ദ തിൻ സുപ്രാ പാപ്പിലറി എപ്പിത്തീലിയം ഈസ് ടോൺ ഓഫ്. അത് ഏതിൻ്റെ കാര്യമാണ് പറയുന്നത്? അതിനെ ചിരണ്ടി മാറ്റി കഴിയുമ്പോൾ ഉള്ള അവസ്ഥയാണ് പറയുന്നത്. അത് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ആണോ? ചിരണ്ടി കളയുമ്പോഴാണല്ലേ? ജെന്റ്ലി റബ്ബിംഗ് വിത്ത് ഷാർപ്പ് ഒബ്ജക്റ്റ്, അതിന് ശേഷമാണ് ഇങ്ങനെ ആവുന്നത്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ക്ലിനിക്കൽ പ്രസൻറ്റേഷനാണ്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? പ്രസൻസ് ആസ് എങ്ങനെ? എറിത്തമാറ്റസ് റേസ്ഡ് പ്ലാക്സ് വിച്ച് സിൽവറി വൈറ്റ് സ്കെയിൽസ് ഓൺ ദ സ്കൾപ്പ്. അതുകൊണ്ടാണ് അവിടെ എ റൈറ്റായത്. പിടി കിട്ടിയോ? അവിടെ ഡിയിൽ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ നമുക്ക് എ ആണ് അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. സിയിൽ പറഞ്ഞിരിക്കുന്നത് നോട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. അവിടെ ലീഷൻ, അതായത് വൈറ്റ് സ്കെയിലിംഗ് ഉണ്ടാവും അല്ലേ? അത് തിക്നെസ് കൺസിഡറബിളി തിക്കാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ്ഡ് ബൈ ജെന്റിൽ റബ്ബിംഗ് വിത്ത് ഷാർപ്പ് ഒബ്ജക്റ്റ്. അതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഇത് അണ്ടർലൈയിങ് സ്മൂത്ത് ഗ്ലോസി റെഡ് മെംബ്രെയിൻ ഹാസ് സ്മോൾ ബ്ലീഡിംഗ് പോയിന്റ്സ് അല്ലേ? അല്ലാതെ ക്ലിനിക്കൽ റെപ്രസെൻറ്റേഷൻ ആണോ? അത് അല്ല. ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ ആയോ? അത് ക്ലിയർ ആയോ? അത് എയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മുടെ പ്രസൻസ് ആസ്. എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിൽ പോകാമല്ലോ. ക്ലിയർ ആണോ? എനിക്ക് ഈ ക്വസ്റ്റ്യൻ്റെ നിങ്ങൾക്ക് ഒന്നൊന്ന് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈ പാസേജ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണോ?
ക്ലിയർ ആണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, കുറച്ച് പേരെങ്കിലും ഒന്ന് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ക്ലിയർ ആണ്, സംശയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു പാർട്ട് ബി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗൈഡ് ലൈനാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ടൈറ്റിൽ ചെയ്തിട്ടില്ല, ഗൈഡ് ലൈൻ ആണെന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ നമ്മൾ പാർട്ട് ബിയിൽ ഇങ്ങനത്തെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് എക്സാമിനേഷന് വരുന്നത് അല്ലേ. നമുക്കപ്പോൾ അതിൻ്റെ ടൈറ്റിൽ അത് എന്താണ്, ഗൈഡ് ലൈൻ ആണോ, മെമ്മോ ആണോ, നോട്ടീസ് ആണോ, ഇമെയിൽ ആണോ എന്നൊക്കെ നമുക്ക് അതിൻ്റെ ടൈറ്റിലിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ടൈറ്റിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ടൈറ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ അതിൻ്റെ ക്ലൂ കാണും. കണ്ടോ, ഇവിടെ ഫ്രം ദിസ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ആ തന്നിരിക്കുന്ന എന്താണ്, ഗൈഡ് ലൈൻസ് ആണ്, സർട്ടൺ സെറ്റ് ഓഫ് റൂൾസ് ആണ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഒന്ന് വായിച്ചു നോക്കിക്കുക എന്താ ഗൈഡ് ലൈൻ എന്നുള്ളത്. ദ ജനറൽ റൂൾ ഈസ് ഫോർ പേഷ്യൻസ് ടു ഹാവ് നോ ഓറൽ ഇൻടേക്ക് ആഫ്റ്റർ മിഡ് നൈറ്റ്, ദെൻ കണ്ടോ, ദ നൈറ്റ് ബിഫോർ സർജറി. Before discharge, patient should be free of severe pain and should be able to think clearly, breathe normally, drink, walk and urinate. If sedatives were used during an outpatient procedure, അങ്ങനെ sedatives ഉപയോഗിച്ച എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, opioidsഉം benzodiazepines, should not leave the hospital unaccompanied. Even after anesthetic effects have apparently worn off and the patients feel fine, they are likely to be weak and have subtle residual effect that mark driving inadvisable. Many patients require opioids for pain. എല്ലാവരും വായിച്ചല്ലോ. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദിസ് ഗൈഡ് ലൈൻ, ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ബിഫോർ ഡിസ്ചാർജിങ് എ പേഷ്യൻറ്റ്. ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതായിരിക്കും നമ്മൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്? യെസ്, ഏഞ്ചൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ എ ഷി വിൽ ചൂസ് അല്ലേ. ദി ഷുഡ് ബി ഏബിൾ ടു ഡ്രിങ്ക്, ബ്രീത്ത് റെഗുലർലി. നമുക്ക് നോക്കാം. ശില്പ എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻസർ വന്നിട്ടില്ല. എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് ചൂസ് ചെയ്ത് വേഗം. പ്രീത പറയുന്നു എ. ഓക്കെ, അല്ല പ്രീത അല്ല, പ്രീനു. ഓക്കെ, രജനി പറയുന്നു സി. ബെൻസി ബിനുവിന് എ. എൽ ജി സാലിക്കും എ. സി ജി മാത്യു ഓൾസോ സേസ് എ. സൂര്യ സിനോ പറയുന്നു എ. യെസ്, എനിക്ക് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് അവർക്ക് തോന്നുന്നത് എ ഇസ് ദ റൈറ്റ് ആൻസർ ആണെന്നാണ് അല്ലേ. എന്നാൽ ഇടയ്ക്കൂടെ അവിടെ സി ആൻസർ വന്നിട്ടുണ്ട്. യെസ് പ്രീത തോമസ്, യുവർ ആൻസർ സി ആണ് അല്ലേ. നമുക്ക് നോക്കാം, ഇതിനകത്ത് എന്തായാലും 3 ഓപ്ഷൻസേ ഉള്ളൂ, എ, ബി ഓർ സി. യെസ്, ദീപ്തി സനൽകുമാർ പറയുന്നു എ ആണ്. സൂര്യ രാജീവ്, ബബിത ശ്രീകുമാർ, ശില്പ ആൻ്റണി, പ്രിജി ചാക്കോ, സനൂപ്, എല്ലാവർക്കും വളരെ യുനാനിമസ് ആയിട്ടാണ് അല്ലേ, എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ആരൊക്കെ പറയാനുണ്ട് വേഗം പറഞ്ഞു. മിനി സനൽ പറയുന്നു അല്ല, സി ഈസ് ദ റൈറ്റ് ആൻസർ. പാസ് ചെയ്യാൻ ഇടക്കൂടെ ഒന്ന് വെച്ചെടുക്കാം, ഒന്ന് വായിച്ചു നോക്കോളൂ. ജിൻസി ബിജോയും എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. നമുക്കിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളും കമൻറ്റ്സ് ശ്രദ്ധിക്കാറുണ്ടാവും. അപ്പം മെജോറിറ്റി ഓഫ് കുട്ടികൾ, മെജോറിറ്റി എന്താ പറയുന്നത്, എ റൈറ്റ് ആൻസർ ആണെന്ന്. ഇടയ്ക്കൊരു സി വന്നിട്ടുണ്ട് അല്ലേ. അപ്പം പാസേജ് വായിക്കുന്നുണ്ടല്ലോ. എ, യെസ് ജിൻസിക്കും 2 ജിൻസി അടുത്തടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഒരു ജിൻസി ബിജോയ് ആൻഡ് ജിൻസി ജോൺസൺ, 2 പേരും എ ആണ്. ആൻസൺ ചേക്കോയ്ക്കും എ തന്നെയാണ് ആൻസർ. അവിടെ ഒരാൾ സി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ആൻസർ പറയാം. ഇവിടെ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എ നമ്മൾ ഫസ്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഇവിടെ ആരെക്കുറിച്ചാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഫ്രം ദിസ് ഗൈഡ് ലൈൻ വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ
ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ റെസ്പോൺസിബിലിറ്റി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ദേ അല്ലേ, ഹെൽത്ത് കെയർ പ്രൊവൈഡർ അവിടെ ദേ എന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. ദേ ഷുഡ് ബി ഏബിൾ ടു ഡ്രിങ്ക് ബ്രീത്ത് റെഗുലർലി ആണോ? ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണോ അവിടെ ചെയ്യേണ്ടത്? പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനല്ലേ ആ പറഞ്ഞിരിക്കുന്നത്. അവിടെ പേഷ്യൻ്റ് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബിഫോർ ഡിസ്ചാർജ് പേഷ്യൻറ്റ് ഷുഡ് ബി ഫ്രീ ഓഫ് സിവിയർ പെയിൻ ആൻഡ് ഷുഡ് ബി ഏബിൾ ടു തിങ്ക് ക്ലിയർലി, ബ്രീത്ത് നോർമലി, കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, പേഷ്യൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ദേ എടുത്തിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണോ ഇതെല്ലാം ചെയ്യേണ്ടത്? ബിഫോർ ഡിസ്ചാർജ് അല്ല, അത് പേഷ്യൻറ്റിൻ്റെ കാര്യമാണ്. ഇനിയും എലിമിനേറ്റ് ചെയ്യാം നമുക്ക്. ബി റൈറ്റ് ആൻസർ ആണ്, അവിടെ നിൽക്കട്ടെ. സി നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യും? എല്ലാവർക്കും തെറ്റ് മനസ്സിലായി, നിങ്ങളുടെ ആ ചിരിക്കുന്ന ഇമോജി എനിക്ക് മനസ്സിലായി. നമുക്ക് തന്നെ അബദ്ധം പറ്റാറുണ്ടല്ലേ. ഇനി അടുത്ത സിയും നമ്മൾ റോങ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്താ കാര്യം? സിയിൽ എന്താ അവിടുത്തെ മിസ്റ്റേക്ക്? യെസ്, സനു പറയുന്നു ഐവ. നമുക്കൊരു കാര്യം പിടികിട്ടുമ്പോഴാണ് നമ്മൾ ഐവ എന്ന് പറയുന്നത്. മനസ്സിലായി, സംഭവം ക്ലിയർ ആയല്ലോ. അപ്പം നോക്കിക്കേ, സിയിലെ മിസ്റ്റേക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈവൻ ദോ എഫക്റ്റ് ഓഫ് എനസ്തേഷ്യ ഹാവ് വോൺ ഓഫ് അല്ലേ, എഫക്റ്റ് ഒക്കെ പോയാലും ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ഫോർ എ പേഷ്യൻറ്റ് ടു ലീവ് ദ ഹോസ്പിറ്റൽ വിത്തൗട്ട് എ നേഴ്സ് അക്കമ്പനിങ് ദം. അവിടെ അക്കമ്പനി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും നേഴ്സാണെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? നേഴ്സ് തന്നെ അക്കമ്പനി ചെയ്യണം നമ്മുടെ ടെക്സ്റ്റിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. അത് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ ഡ്രൈവിങ് ഇൻഅഡ്വൈസബിൾ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈവൻ ആഫ്റ്റർ anesthetic effects have apparently worn off and patient feel fine, they are likely to be weak and have subtle residual effect ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അൺഅക്കമ്പനീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. ഇതൊന്നും വേണ്ട, ഇത്രയിടം വായിച്ചാൽ മതി. നമ്മൾ ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഒന്നും വായിച്ചാൽ അവിടെ സമയം കളയേണ്ട ആവശ്യമില്ല. പേഷ്യൻറ്റ് ഷുഡ് നോട്ട് ലീവ് ദ ഹോസ്പിറ്റൽ അൺഅക്കമ്പനീഡ്. അതായത് ആരെങ്കിലും അക്കമ്പനി ചെയ്യണം. യെസ് അല്ലേ. അതിനിപ്പം നേഴ്സ് അക്കമ്പനി ചെയ്യണം എന്നുണ്ടോ? നമ്മൾ പാർട്ട് ബി ചെയ്യുമ്പോൾ നോക്ക്, ഇതൊരു പാർട്ട് ബി ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ജനറൽ റൂൾ ഗൈഡ് ലൈൻ തന്നിരിക്കും അല്ലേ. ഗൈഡ് ലൈൻ വരുന്ന എവിടെയാണ്? പാർട്ട് ബിയിലാണ് ഗൈഡ് ലൈൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പാർട്ട് സിയിലാകുമ്പോഴാണ് നമ്മൾ വേറൊരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മുടെ ഇൻഡയറക്റ്റ് മീനിങ്ങും ദ മീനിങ് ബിഹൈൻഡ് വാട്ട് ദ റൈറ്റേഴ്സ് സെഡും ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരുന്നത്. ഇവിടെ ഹെൽത്ത് കെയർ വർക്കർക്ക് അറിയാനുള്ള കാര്യങ്ങൾ ആ ഡോക്യുമെൻറ്റിൽ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ അക്കമ്പനി ചെയ്യണമെന്ന് പറയുന്നില്ല. അക്കമ്പനി ചെയ്യണം അല്ല, അൺഅക്കമ്പനീഡ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് സമ്മൺ ഷുഡ് അക്കമ്പനി, അത്രേ ഉള്ളൂ. അല്ലാതെ നേഴ്സ് എന്നുള്ള നേഴ്സ് കൊണ്ടുപോകണമെന്നൊന്നും പറയുന്നില്ല അവിടെ അല്ലേ. അപ്പോൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അവിടെ ഏത് ട്രൂ ആയിട്ട് വരും? ദേ മസ്റ്റ് ചെക്ക് ഫോർ ദ പ്രസൻസ് അല്ലേ. ഹെൽത്ത് കെയർ വർക്കറുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ ദേ ആരായിട്ട് വരും? ഈ ദേ ആരാകും? ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആയിട്ട് മാറുന്നു അല്ലേ. ദേ മസ്റ്റ് ചെക്ക്, അവരാണ് ചെക്ക് ചെയ്യേണ്ടത്. എന്ത്? ഫോർ ദ പ്രസൻസ് ഓഫ് പെയിൻ. പെയിൻ്റെ പ്രസൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. എന്താ കാര്യം? അവിടെ ഓപ്പിയോയിഡ് പ്രിസ്ക്രൈബ് ചെയ്താണ് നമ്മൾ കൂടുതൽ പേരെയും ഓപ്പിയോയിഡ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ അവിടെ ഓപ്പിയോയിഡ് പ്രിസ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം നോക്കിക്കേ, മെനി പേഷ്യൻസ് റിക്വയർ ഓപ്പിയോയിഡ്സ് ഫോർ പെയിൻ. അതുകൊണ്ട് കണ്ടോ, ഹെൽത്ത് കെയർ വർക്കർ എന്ത് ചെയ്താൽ മാത്രം മതി? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടോ, പ്രസൻസ് ഓഫ് പെയിൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഓപ്പിയോയിഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടെ ദേ ഷുഡ് ബി ഏബിൾ ടു, ഈ ദേ ആരായിട്ട് മാറുന്നു? ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആകുന്നു. ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ല ഏബിൾ ടു ഡ്രിങ്കും ബ്രീത്തും ഒന്നും അല്ലേ, അത് പേഷ്യൻറ്റിൻ്റെ അവസ്ഥയാണ്. പിന്നെ ഇവിടെ നേഴ്സ് അക്കമ്പനി ചെയ്യേണ്ട ആവശ്യമില്ല. അക്കമ്പനീഡെന്നേ അൺഅക്കമ്പനീഡെന്നേ പറയുന്നുള്ളൂ. കമ്പനി ചെയ്യാതെ പോകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി സം വൺ എൽസ്, ആരെങ്കിലും ആവാം, എനി വൺ. ബി കറക്റ്റായിട്ട് വന്നു. ക്ലിയർ അല്ലേ സംഭവം? കഴിഞ്ഞില്ലേ? ഇത് ക്ലിയർ ആണല്ലോ. ഇത് 3 ക്വസ്റ്റ്യനേ ഉള്ളൂ ഇന്ന് കേട്ടോ. നമ്മുടെ ടൈം ആവുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇതെൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് കാര്യം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ വളരെ ഷാർപ്പായിട്ട് റീഡ് ചെയ്യണം. ഒരു ചെറിയൊരു വേർഡ് പോലും ഇങ്ങനെ ദേ എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കണം, ദേ ആരെയാണ് അവിടെ റെഫർ ചെയ്യുന്നല്ലേ. ദേ റെഫേഴ്സ്, ആരെയാണ് ദേ റെഫർ ചെയ്യുന്നത്? അത് ഹെൽത്ത് കെയർ വർക്കറെയാണോ, ഹെൽത്ത് കെയർ പ്രൊവൈഡറെയാണോ, പേഷ്യൻറ്റിനെ ആണോ? കാരണം ക്വസ്റ്റ്യനിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആരെയാണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡറാണ്. അവിടെ വന്നിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഷുഡ് ബി ഏബിൾ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഷാർപ്പായിട്ട് വായിക്കാൻ പഠിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം റീഡ് ചെയ്യുമ്പോൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ പഠിക്കണം. സോ നെക്സ്റ്റ് വീക്ക്, യെസ്, ഞാൻ നിർത്തുന്നതിന് മുമ്പേ നിങ്ങൾ താങ്ക് യു സോ മച്ച് പറഞ്ഞു. അപ്പോൾ ഞാനാണ് ആദ്യം പറയേണ്ടത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.
സെഷൻസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ചധികം കുട്ടികൾ റീഡിങ് ടഫാന്ന് പറയുമ്പോൾ അവരിലേക്കും കൂടി എത്തിക്കുക അല്ലേ, അവരും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. ചിലപ്പോൾ ഇതൊരു ഹെൽപ്പായിട്ട് അവർക്ക് പാസ്സാവാൻ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ലൈവിൽ തന്നെ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ടല്ലേ, സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് മാത്രം പഠിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പം കുറച്ച് പേര് അങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ. യെസ് ലീഹ, താങ്ക് യു സോ മച്ച്. യെസ് പ്രീത തോമസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ എൻകറേജിങ് കമൻറ്റ്സ്. ക്ലാസ് എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ്സ് ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. ഞങ്ങളെ ഇത് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ടാണ്. എക്സാം എഴുതിയിട്ട് വന്നിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എക്സാമിന് ശേഷമുള്ള നിങ്ങളുടെ കമൻറ്റും. യെസ് അനൂപ്, താങ്ക് യു സോ മച്ച് സനൂപ്. അപ്പോൾ എല്ലാവരുടെയും എൻകറേജിങ് കമൻറ്റ്സ് ആണ്. അപ്പം വരുന്ന പരീക്ഷയിലൊക്കെ നിങ്ങളും നല്ല സ്കോറൊക്കെ വാങ്ങിക്കുക. നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് ടു ബി യുവർ ടീച്ചേഴ്സ് അല്ല. ഞങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങളും വല്ലാതെ സന്തോഷിക്കാറുണ്ട്. ലിസണിങ്ങിന് ഇപ്പം അറ്റ് പ്രസൻറ്റ് ലൈവ് പോകുന്നില്ല. നമുക്ക് അത്രയും ബാക്കിയുള്ള മൊഡ്യൂൾ പോലെ നമുക്കത്ര എഫക്റ്റീവ് ആക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. എന്നാലും നമ്മളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലിസണിങ്ങിൻ്റെ ടിപ്പ് വീഡിയോസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ലിസണിങ് ടിപ്സ് കുറേ വന്നിട്ടുണ്ട് ഓൾറെഡി, ഇപ്പോഴും റീസെൻ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് വെഡ്നെസ്ഡേ നമ്മൾ കാണാം.